ഒരു ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യാൻ പോകുന്ന പലരുടെയും സംശയമാണ് ആപ്പ് ഡെവലപ്പ് ചെയ്യണോ, വെബ് ഡെവലപ്പ് ചെയ്യണോ, ഇനി അതോ രണ്ടും കൂടി ഡെവലപ്പ് ചെയ്യണോ എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലിമിറ്റഡ് ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക ഫസ്റ്റ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു മിനിമം ബഡ്ജറ്റിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം. ഒരു ഡൊമൈൻ, ഒരു സെർവർ, ഒരു പ്ലാറ്റ്ഫോം ലൈക്ക് ഷോപ്പിഫൈ പോലെയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. മൊബൈൽ ആപ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമിൽ നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യണം. ഒന്ന് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും ചെയ്യണം, അതേപോലെ ഐഫോണിന് വേണ്ടി iOS പ്ലാറ്റ്ഫോമിൽ നമ്മൾ മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി വെബ്സൈറ്റിനെ അപേക്ഷിച്ച്. ഇനി നമ്മളുടെ കയ്യിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്, എന്നാലും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ്, നിങ്ങളൊരു ട്രയൽ റൺ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ബിക്കോസ് ഇതിനൊരു ലോ കോസ്റ്റിൽ അഫോർഡബിൾ പ്രൈസിൽ നമുക്കൊരു വെബ്സൈറ്റ് വെരി ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് മൊബൈൽ ആപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ ടൈം ഈസ് എ ഫാക്ടർ. നമ്മൾക്ക് കുറച്ചധികം ടൈം വേണം, നമുക്ക് എക്സ്ട്രാ മണി വേണം. സോ മൊബൈൽ ആപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ ടൈം കൂടുതലാണ്, മണി വേണം. ഇനി മാർക്കറ്റിംഗ്, ദെൻ നമ്മളൊരു ആപ്പും ഒരു വെബും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രം ആരും നമ്മൾക്ക് ബിസിനസ് തരില്ല. നമ്മൾക്ക് നോർമലി ബിസിനസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ആഡ്സ് ചെയ്യണം, രണ്ട് SEO ചെയ്യണം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് എത്തണം. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്താലും ആപ്പ് ബിൽഡ് ചെയ്താലും ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒരു വ്യക്തി അല്ലെ ഒരാള് ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റിലെത്തും, അതേസമയം ഈസി ആയിട്ട് നമ്മുടെ ആപ്പ് അയാളുടെ ഫോണിലോ ടാബിലോ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. അതിന് കുറച്ച് അധികം ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു ആള് വിസിറ്റ് വരാൻ 30 പൈസയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 10 ഇരട്ടി വേണം നമ്മൾക്ക് ഒരാൾ നമ്മുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട്. ബിക്കോസ് അയാളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഇതൊരു ഇൻസ്റ്റാളേഷൻ ആയിട്ട് കിട്ടുക. അപ്പം 10 ടൈംസ് കൂടുതലാണ് ഒരു വെബ്സൈറ്റിലേക്ക് വിസിറ്റ് വരുന്നതിനേക്കാൾ 10 ഇരട്ടി എക്സ്പെൻസ് ആണ് ഒരു മൊബൈൽ ആപ്പ് വിസിറ്റ് കൊണ്ടുവരാൻ. ഇനി നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണ്, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും ചെയ്യാം. ഒരിക്കലും ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഞാൻ എതിരല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അത്യാവശ്യം തന്നെയാണ്. സോ ഇ കോമേഴ്സ് ബിസിനസ്സിന് ആദ്യം നമ്മളൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് വെബ്സൈറ്റ് മതി. ആർക്കും ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ഒരിക്കൽ കൂടി പറയട്ടെ, അതിനൊരു ഡൊമൈൻ വേണം, ഒരു സെർവർ വേണം. വൂകോമേഴ്സിലാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഒരു തീം വേണം. മൊബൈൽ ആപ്പും വെബ്സൈറ്റും ബിൽഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇ കോമേഴ്സ് ബിസിനസ് അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, മൊബൈൽ ആപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ വെബ്സൈറ്റിൽ മാക്സിമം വിസിറ്റേഴ്സിനെ കൊണ്ടുവരുന്ന ആഡ്സ് ചെയ്ത് SEO ചെയ്ത് ബിസിനസ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ബഡ്ജറ്റ് ഉള്ളെങ്കിൽ. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്പും വെബ്സൈറ്റും ബിൽഡ് ചെയ്തോളൂ, നോ പ്രോബ്ലം. സോ കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതി ഒരിക്കലും ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യാതിരിക്കരുത്. ഈ ഒരു കാര്യം ഇ കോമേഴ്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരോട് തീർച്ചയായിട്ടും പറയണമെന്ന് കരുതി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു റീല് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇ കോമേഴ്സ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ട്, വെബ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, ട്രെയിനിങ്, പ്രോഡക്റ്റ് റിസർച്ച്, ഇതെല്ലാം ഞാനും എൻ്റെ ടീമും ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.